ഹലോ എവരിവൺ. അപ്പോൾ കൂട്ടുകാരന്മാരായിട്ടൊക്കെ മെസ്സിൽ പോയിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ പറയും, എടാ നമുക്കൊരു ചോക്കോ ബൂസ്റ്റ് കുടിച്ചിട്ട് പോയാലോ. അതെ, അപ്പോൾ ഞങ്ങൾ എപ്പോഴും കോളേജിൽ നിന്ന് കുടിക്കുന്ന സാധനമാണ് ഈ ചോക്കോ ബൂസ്റ്റ്. അപ്പോൾ ഇപ്പോൾ സ്റ്റഡിലുമായിട്ട് നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർത്ത് ചോക്കോ ബൂസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് പാലും ബൂസ്റ്റൊക്കെയാണ്. പിന്നെ ചോക്കോസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പോൾ അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഓർത്ത് അതിന് പകരം മഞ്ചെടുക്കാമെന്ന്. അപ്പോൾ ഈ ഒരു ഹാർട്സിൻ്റെ മിഠായി ഇത് വീട്ടിൽ വെറുതെ ഇരുന്നാണ്. നിങ്ങൾക്കറിയാം ഹാർട്സിൻ്റെ മിഠായി പല പല കളറിൽ കിട്ടും, ബ്രൗൺ, വെള്ള. അപ്പോൾ എന്തായാലും അത് ഓപ്ഷനിലാണ് കേട്ടോ. ഈ വീട്ടിൽ ഇരുന്നുകൊണ്ട് അത് ഫ്രീസ് ചെയ്തിട്ട് അതും കൂടി ഇട്ടു. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഐസ്ക്രീമാണ്. ഞാൻ ഒരു കപ്പ് ഐസ്ക്രീം ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പ് ഐസ്ക്രീം ഇടാം. നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള കപ്പ് ഐസ്ക്രീമൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി എൻ്റെ മെയിൻ വേർഡൻസിൻ്റെ ലെയറിംഗ് ആണ്. മഞ്ച് അവിടെ പോയി നിങ്ങൾ ആലോചിക്കുന്നില്ലേ, മഞ്ച് അവിടെ തന്നെ ഇരിപ്പുണ്ട്. മഞ്ച് നമ്മൾ ഒരിക്കലും മിക്സിയിലിട്ട് അടിക്കുന്നില്ല. ഈ ലെയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ മഞ്ച് ഉപയോഗിക്കാറ്. അപ്പോൾ ഏകദേശം അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എനിക്ക് ഏകദേശം അതേ മണമൊക്കെ തന്നെ കിട്ടി. അപ്പോൾ ഇതാണ് സാധനം. ഇനി നമുക്കിത് ലെയർ ചെയ്യണം. ലെയർ ചെയ്യാനായിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് കുറച്ച് നമ്മളുണ്ടാക്കി ഈ ഒരു മിക്സ് ഒഴിക്കുക. പിന്നെ അതിൻ്റെ മണ്ടയിൽ മഞ്ച് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ചോക്കോസിന് പകരമാണ് ഞാൻ മഞ്ച് ഇട്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ചോക്കോ ബൂസ്റ്റ്, ഒരു മഞ്ച് ബൂസ്റ്റ് എന്നൊക്കെ വിളിക്കാം. ശരിക്കും നല്ല ടേസ്റ്റാണ്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി കഴിച്ചു തുടങ്ങിയത് ഞാൻ മുഴുവൻ കഴിച്ചു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും അവിടെ നിന്ന് കഴിച്ചൊരു ഫീൽ എനിക്ക് കിട്ടി. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്, ബൈ.